വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 13-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. സഹോദരരെ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏക മനസ്സായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളാണ്. എല്ലാവർക്കും പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. സാധാരണ തിരുനാൾ എന്ന് പറഞ്ഞാൽ, വിശുദ്ധ യൂപ്രാസ്യാമ്മയുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ യൂപ്രാസ്യാമ്മ മരിച്ച ആ ദിവസമാണ്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസമാണ് നമ്മൾ തിരുനാളായി ആഘോഷിക്കുന്നത്, വിശുദ്ധരുടേത്. എന്നാൽ ജന്മദിനം തിരുനാളായി ആഘോഷിക്കുന്നത് സ്നാപക യോഹന്നാന്റെയും പരിശുദ്ധ അമ്മയുടെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇന്നേ ദിവസം വിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒന്നാമത്തെ കാര്യം, എൻ്റെ വ്യക്തിപരമായ തൃത്വത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. രണ്ടാമത്, പഴയ നിയമത്തിൽ തൃത്വത്തെ, ട്രിനിറ്റിയെ എങ്ങനെ കണ്ടിരുന്നു? ബൈബിളിൽ ഒരിടത്തും തൃത്വം, ട്രിനിറ്റി എന്ന് പറയുന്നില്ല. മൂന്നാമത് നമ്മൾ കാണുക, പുതിയ നിയമത്തിൽ തൃത്വത്തെ എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലും പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിലുമെല്ലാം തൃത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്, നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മൂന്നാമത്, സഭയുടെ പീഡനമെല്ലാം കഴിഞ്ഞപ്പോൾ സഭയിൽ ആവിർഭവിച്ച തൃത്വം എന്ന വാക്ക് തെർത്തുല്യനാണ് ഉണ്ടാക്കിയത്. അത് പിന്നീട് സഭയിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് പല ഡിസ്കഷൻസും പല കാര്യങ്ങളും നടന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവസാനമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ തൃത്വ അനുഭവം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ഇന്നത്തെ നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ സമൂഹങ്ങളിലാണ്. തൃത്വത്തെക്കുറിച്ചുള്ള ഓർമ്മകളും തൃത്വത്തെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ യേശുവിനെ കുറിച്ചും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ആയിരം അനുഭവങ്ങൾ ചിറക് വിരിച്ച് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഇറങ്ങി വന്ന തൃത്വം പ്രവർത്തിക്കുന്നത് ധാരാളമായി കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുരോഹിതൻ എന്ന നിലയിൽ തൃത്വത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുവാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. മെയ് 26-ാം തീയതി ഞായറാഴ്ച 2024 എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും തൃത്വത്തെക്കുറിച്ച് സംസാരിക്കും. ഒരുപക്ഷെ തൃത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഇന്നാണ്. എൻ്റെ പട്ടം കഴിഞ്ഞിട്ട് 10-30 വർഷമായി. അന്നൊന്നും തൃത്വത്തെക്കുറിച്ച് തൃത്വം എന്ന വാക്കുപയോഗിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് തൃത്വത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്. ദൈവശാസ്ത്രം പഠിക്കുന്ന അവസരത്തില് പല കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്
വൈദികര് ക്ലാസ് എടുത്തിരുന്നു. അന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ച്, തൃത്വൈക ദൈവത്തെ കുറിച്ച് അധികമൊന്നും എനിക്ക് പറയുവാനും സാധിക്കുകയില്ല. പല ദിവസങ്ങളായി പല പുസ്തകങ്ങളിലൂടെയും പല പ്രസംഗങ്ങളിലൂടെയും എല്ലാം ഞാൻ കടന്നു പോകുമ്പോൾ ഈ തൃത്വത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ദീർഘനേരം ഇതിനു വേണ്ടി ചിലവഴിച്ചു. അവസാനം എന്റെ മനസ്സിലേക്ക് വന്ന കുറെ ചിതറിയ ചിന്തകള് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പറയാമെന്നാണ് കരുതുന്നത്. ഇത് വൈദികർക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൃത്വത്തെക്കുറിച്ച് ആദ്യമായി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, കഴിഞ്ഞ വർഷം 2023 ഇറ്റാനഗറിലെ അരുണാചൽ പ്രദേശിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുകയുണ്ടായി. അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ബന്ദർദേവ എന്ന് പറയുന്ന സ്ഥലത്ത്, അരുണാചൽ പ്രദേശില്, അവിടെ കടന്നു ചെന്നു. മനോഹരമായ തൃത്വത്തിന്റെ ഒരു ദേവാലയമുണ്ട്. കാണാൻ അത്രമാത്രം മനോഹരമാണ്. അവിടെ ചെന്നപ്പോൾ അറിയുകയാണ്, അവിടെ പ്രേംഭായി എന്ന് പറയുന്ന ഒരു വലിയ മിഷണറി ജീവിച്ച സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ഹട്ട്, ചെറിയ കുടിൽ അവിടെയുണ്ട്. ആ കുടിലിൽ നിന്നും ഏതാനും വാരം മുമ്പില് അദ്ദേഹത്തിന്റെ ശവകുടീരമുണ്ട്. തൃത്വത്തിൽ ഊന്നി ആ മനുഷ്യൻ 25,000 അരുണാചൽ നിവാസികൾക്ക് മാമോദീസ നൽകി. അദ്ദേഹം മാമോദീസ നൽകിയത് ഒരു പുരോഹിതൻ എന്ന നിലയിലല്ല, ബ്രദർ പ്രേംഭായി എന്ന നിലയിലാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞു. 1981 അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം 128ഓളം പള്ളികള് കേരളത്തിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള അരുണാചൽ പ്രദേശില് സ്ഥാപിച്ചിട്ടുണ്ട്. 25,000-ൽ പരം ആളുകളെ 1981 അരുണാചൽ പ്രദേശത്തിലേക്ക് കടന്നു ചെന്ന് വളരെയധികം വേദനകളും ദുഃഖങ്ങളും അടികളും പീഡനങ്ങളും സഹനങ്ങളും ഏറ്റ ഒരു വലിയ വിശുദ്ധനാണെന്ന് പറയാം പ്രേംഭായി. അദ്ദേഹത്തിന്റെ കബറിടത്തെങ്കില് ദീർഘനേരം ഞാൻ മുട്ടുകുത്തി മാധ്യസ്ഥം തേടിയ ഒരു പുരോഹിതനാണ്. 40,000-ഓളം മൈലുകൾ അദ്ദേഹം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് 100 കണക്കിന് 1000-കണക്കിന് ആളുകൾ മാമോദീസ മുങ്ങുക മാത്രമല്ല, രോഗികൾ സൗഖ്യപ്പെട്ടു. ഈ തൃത്വത്തിന്റെ അഭിഷേകത്തിലേക്ക്, തൃത്വത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, രോഗികൾ സൗഖ്യപ്പെടുന്നു. ഞാൻ പ്രസംഗിക്കുന്ന ഈ സ്ഥലത്ത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് 3 കുടുംബങ്ങൾ വന്നിരുന്നു. ഒന്ന് തകർച്ചയുടെ വക്കലുള്ള ഒരു കുടുംബമാണ്. മറ്റൊന്ന് വഴക്കുകൊണ്ട് ഭാര്യയും ഭർത്താവും ഭിന്നിച്ചിരിക്കുന്ന കുടുംബമാണ്. മറ്റൊരു കുടുംബം ഉജ്ജയിനിൽ നിന്ന് വന്നതാണ്, അവരുടെ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഈ 3 കുടുംബങ്ങളും സമാധാനത്തോടെ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി. കാരണം അവര് പറയാനുള്ളത് കുറച്ചൊക്കെ കേട്ടു. അതിനുശേഷം ഞങ്ങൾ ദീർഘമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ അവസാനം വഴക്കുകൂടി ഭിന്നിച്ചിരുന്ന ആ ഭാര്യയും ഭർത്താവും ഒന്നായി തീർന്നു. സ്നേഹത്തോടെ അവരെ പറഞ്ഞു വിടുവാൻ സാധിച്ചു. വന്നവർക്കൊക്കെ സമാധാനം അനുഭവിച്ചു. ഇത് സണ്ണി പുൽപ്പറമ്പിൽ എന്ന് പറയുന്ന വൈദികന്റെ മെച്ചം കൊണ്ടല്ല, തൃത്വൈക ദൈവം ഈ വ്യക്തികളില്, ഈ കുടുംബങ്ങളില് ഇടപെടുന്നത് കൊണ്ടാണ്. ബന്ദർദേവയില് ആ വലിയ മിഷണറിയിലൂടെ 100 കണക്കിന് മനുഷ്യര് യേശു വിശ്വാസം സ്വീകരിച്ചു, തൃത്വൈക ദൈവത്തെ അനുഭവിച്ചു. ആ വലിയ മിഷണറി 2008 ജൂൺ മാസം മരിച്ചു.
വളരെ ചെറിയ ഒരു കാലഘട്ടം കൊണ്ട് ഇത്രയും അധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചത് ത്രിത്വൈക ദൈവാനുഭവമാണ്. രണ്ടാമത്, എനിക്ക് ത്രിത്വൈക ദൈവത്തിന്റെ വലിയൊരു അനുഭവം ലഭിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മെഡ്ജുഗോറിയ എന്ന് പറയുന്ന സ്ഥലത്ത് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. മാതാവ് എന്നും പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് മെഡ്ജുഗോറിയ. വിസ്ക, മറിയാന, ഇവാങ്ക, മരിയ, ഈ 4 കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇവാൻ, യാക്കോബ് 2 ആൺകുട്ടികൾക്കും. മെഡ്ജുഗോറിയ എന്ന് പറയുന്ന സ്ഥലം പഴയ യൂഗോസ്ലാവിയയിലാണ്. ബോസ്നിയ, കൊറേഷ്യ എന്ന് പറഞ്ഞ് 2 രാജ്യങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ കുമ്പസാരക്കൂടെ എന്ന് പറയുന്ന ഈ മെഡ്ജുഗോറിയയിൽ ഞാൻ കുമ്പസാരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ കുമ്പസാരക്കൂടല്ല, ഓരോ ചെറിയ മുറികളാണ്. ഈ മുറിയിൽ വെച്ച് ഞാൻ കുമ്പസാരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അനുഭവിക്കാത്ത ത്രിത്വൈക ദൈവത്തിന്റെ ഒരു സന്തോഷം, ഒരു ആത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മ എന്നും പ്രത്യക്ഷപ്പെടുന്ന ആ ദേവാലയത്തില്, സെന്റ് ജെയിംസ് ദേവാലയത്തില് മെഡ്ജുഗോറിയയില്, ആ പള്ളിയുടെ സൈഡിലാണ് കുമ്പസാരക്കൂട്. പ്രിയമുള്ളവരെ, എത്ര പ്രാവശ്യം കുമ്പസാരത്തിന്റെ അവസരത്തില് വൈദികൻ ആ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. കുമ്പസാരം കഴിഞ്ഞിട്ട്, കർത്താവെ, എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം വിനിയോഗിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്ന പുരോഹിതനല്ല പാപം മോചിക്കുന്നത്. ത്രിത്വൈക ദൈവത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ത്രിത്വൈക ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും വെണ്മയാക്കുന്നത് ത്രിത്വൈക ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ്, ആ ത്രിത്വൈക ദൈവത്തെ ഓർത്തുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങള് കടും ചുമപ്പാണെങ്കിലും വെണ്മയാക്കുന്ന ത്രിത്വൈക ദൈവത്തിന്റെ തിരുമുമ്പിലാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. ത്രിത്വൈക ദൈവത്തിന്റെ തിരുമുമ്പില് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ ത്രിത്വൈക ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മകനും മകളുമായിട്ട് കൊണ്ടുപോവുകയാണ്. നമ്മെ വിശുദ്ധീകരിക്കുക മാത്രമല്ല, നമ്മുടെ ശാരീരിക രോഗങ്ങള് ദൈവം എടുത്തു മാറ്റും. കഴിഞ്ഞ 14 വർഷക്കാലം CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തില് ഞാൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അൾത്താരയോട് ചേർന്നിരുന്നു കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ രൂപത്തോട് ചേർന്നിരുന്നു കൊണ്ട്, ആരും കുമ്പസാരിപ്പിക്കാൻ സഹായിക്കാൻ വരാതിരിക്കുന്ന കാലഘട്ടങ്ങളില് അവിടെ ഇരുന്നു കൊണ്ട്, കുരിശിന്റെ രൂപത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ 2 പ്രാർത്ഥനകള്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറയുന്നതും, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഞാനോ മറ്റു വൈദികരോ അല്ല അതിനകത്ത് ഇടപെടുന്നത്. ത്രിത്വൈക ദൈവമാണ്. ത്രിത്വൈക ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ത്രിത്വൈക ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ അനുതാപത്തോടെ വലിയ ഹൃദയത്തിന് മാറ്റവും വരുത്തിക്കൊണ്ട് തമ്പുരാന്റെ മുമ്പിലേക്ക് ചെന്ന് അവിടുത്തെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, യേശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, നിങ്ങളുടെ പാപങ്ങൾ വെണ്മയുള്ളതാക്കുന്ന കർത്താവ്, രക്ഷിക്കുന്ന ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് രക്ഷിക്കുന്നു. അതാണ് പറയുന്നത്. എല്ലാ കൂദാശകളിലും 7 കൂദാശകളുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം.
ഈ 7 കൂദാശകളിലും തൃത്വൈക ദൈവമാണ് ഇടപെടുന്നത്. തൃത്വൈക ദൈവമാണ്. ലാറ്റിൻ കുർബാന നമ്മളൊന്ന് ഓർത്തു നോക്കി, എത്രയോ അനുഭവമാണ്. ലാറ്റിൻ കുർബാന ചെല്ലാൻ വൈദികൻ ആ അൾത്താരയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാണ് കുർബാന ആരംഭിക്കുന്നത്. കുർബാന അവസാനിപ്പിക്കുന്നതും തൃത്വൈക ദൈവത്തിലാണ്. ലെറ്റ് us pray എന്ന് വൈദികൻ പറയുകയാണ്. അതിനുശേഷം let us pray, may the God bless you in the name of the Father and of the Son and of the Holy Spirit. Go in peace, serve the Lord. തൃത്വൈക ദൈവത്തിൽ ആരംഭിച്ച് തൃത്വൈക ദൈവത്തിൽ അവസാനിപ്പിക്കുകയാണ്. അതാണ് കൂദാശ. സീറോ മലബാർ സഭയില് 1961 മുതലുള്ള കുർബാനകള് ഞാൻ ജനിച്ചത് ആ കാലഘട്ടങ്ങളിലാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരുന്നത്. ഇന്ന് നമ്മുടെ സീറോ മലബാർ കുർബാനയില് അന്നാ പെസഹ തിരുനാളിൽ ഒരു വൈദികൻ എഴുതി, അന്നാ പെസഹ തിരുനാളിൽ, അത് നമ്മുടെ കുർബാനയുടെ ഭാഗമായി മാറി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് എന്തുകൊണ്ട് മാറ്റിയെന്ന് എനിക്കറിയില്ല. എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ. സിനഡ് തീരുമാനിച്ച കുർബാന ഞാൻ ചൊല്ലുന്നു. അത് മാത്രമാണ്. ആ കുർബാന ഭക്തിയോടും സ്നേഹത്തോടും കൂടെ അർപ്പിക്കുന്നു. നമ്മുടെ കുർബാനയിൽ ചില പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ തൃത്വൈക ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാല് തൃത്വൈക ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് അനുഭവിക്കുക, പിതാവായ ദൈവത്തെ അനുഭവിക്കുക, പുത്രനായ ഈശോയെ അനുഭവിക്കുക, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക. രോഗശാന്തിയൊക്കെ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ, വലിയ പ്രാർത്ഥനകളാണ് രോഗശാന്തിക്ക് നടക്കുക. പ്രാർത്ഥന തുടങ്ങുമ്പോൾ പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഈ രോഗികളായി വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പുത്രനായ മിശിഹായെ, അങ്ങയുടെ തിരുരക്തത്താൽ ഈ രോഗികളെ കഴുകണമേ. മാനസാന്തരത്തിന്റെ ശക്തമായ ചാലുകൾ കീറണമേ. വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നീണ്ടു കിടക്കുന്ന പ്രാർത്ഥന. അതിനിടയില് ആ പ്രാർത്ഥന നയിക്കുന്ന പുരോഹിതൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കും. പുതിയ നിയമത്തില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും കൂദാശകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, ബൈബിളിലൂടെ വെളിപ്പെടുത്തി തന്നു. ഇതാണ് എൻ്റെ അനുഭവം ആദ്യമായി നിങ്ങളോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തില് തൃത്വത്തെ കുറിച്ച് അവിടെയും ഇവിടെയും ഒക്കെ ചില പരാമർശനങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഹീബ്രുവില് ബർഷിത് ഹാറ എലോഹിം. ബർഷിത് എന്ന് പറഞ്ഞാല് ഇൻ ദ ബിഗിനിങ്, ഹാറ എന്ന് പറഞ്ഞാല് ക്രിയേറ്റഡ്. ഇൻ ദ ബിഗിനിങ് ക്രിയേറ്റഡ് എലോഹിം. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവങ്ങളാണ്. അപ്പോ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദ്യമായി ബൈബിളിലെ വചനം ഇതാണ്, ബർഷിത് ഹാറ എലോഹിം, ഇൻ ദ ബിഗിനിങ് ക്രിയേറ്റഡ് എലോഹിം. പിന്നെ സൃഷ്ടിയുടെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം സൃഷ്ടിക്കുന്നത് പിതാവായ ദൈവമാണ്, എലോഹിമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാമത് നമ്മൾ കാണുന്നത് മനുഷ്യന്റെ സൃഷ്ടിയിലാണ്. ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. മൂന്നാമത് പരിശുദ്ധാത്മാവിനെ, തൃത്വത്തെ ആവിഷ്കരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 18 അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനങ്ങളിലാണ്. അബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ് 12 അധ്യായത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ.
അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അങ്ങനെ ഒരു ജനതയുടെ പിതാവാകും, നിന്നിൽ നിന്നും ധാരാളമായ ജനത ഉത്ഭവിക്കും, കടൽ തീരത്തെ മണൽത്തരികളേക്കാൾ. അതുകൊണ്ട് അബ്രാഹാം അവിടെ നിന്ന് ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഊറിൽ നിന്ന് ദാവീദ് പോവുകയാണ് മാമ്ര എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഓക്കുമരത്തിന്റെ തണലിലിരിക്കുകയാണ്. ഈ അവസരത്തിൽ തന്റെ വീട്ടിലേക്ക് 3 ആളുകൾ കടന്നു വരികയാണ്, 3 യുവാക്കൾ. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അബ്രാഹാം അവരെ താണു വണങ്ങി എന്നാണ് ബൈബിളിൽ പറയുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, വെള്ളം എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളിൽ അല്പം ഒഴിക്കാം. ചൂടുള്ള സമയത്ത് ചുട്ടുപൊള്ളിയ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ആ 3 യുവാക്കൾ അവരെവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അബ്രാഹത്തിന് അറിയില്ല. ദാവീദ് ഇവർക്ക് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ 3 പേരെ കുറിച്ചാണ് പറയുന്നത്. ഇത് തൃത്വമാണെന്നാണ് പറയുന്നത്. അപ്പോൾ തൃത്വത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തില് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്ന അവസരത്തില് വ്യക്തികളിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. പുതിയ നിയമത്തില് എല്ലാവരിലേക്കുമാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തില് 2:28-29 വചനത്തിൽ പറയുക, എല്ലാവരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, ആ നാളുകളിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. എല്ലാവരും, ആരെയും ഒഴിവാക്കാത്തതാണ് പരിശുദ്ധാത്മാവ്. ഈ തൃത്വൈക ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ജോയൽ പ്രവാചകൻ ആവിഷ്കരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും പുറപ്പാടിന്റെ പുസ്തകത്തിലുമൊക്കെ ബാസലയിലേക്ക് പരിശുദ്ധാത്മാവ്, ഓഹോലാബിലേക്ക് പരിശുദ്ധാത്മാവ്, ഗദയോനിലേക്ക് പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരിലേക്ക് പരിശുദ്ധാത്മാവ്, ഇങ്ങനെ പിതാവായ ദൈവം വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ കാണാം. എന്നാൽ തൃത്വൈക ദൈവമാകുന്ന 3-ാമത്തെ ആള് പരിശുദ്ധാത്മാവ്, 2-ാമത്തെ ആള് ഈശോ. ഈ ഈശോയുടെ ജനനത്തെ കുറിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ പഴയ നിയമത്തില് പിതാവായ ദൈവത്തെയും പുത്രനായ മിശിഹായെയും പരിശുദ്ധാത്മാവിനെയും ആവിഷ്കരിക്കുന്നുണ്ട്. ഇനിയും ധാരാളമായ പഠനങ്ങള് പരിശുദ്ധാത്മാവ് പ്രത്യേകം തൃത്വൈക ദൈവവുമായി ബന്ധപ്പെട്ട് നടക്കുവാൻ ഇടയാകണം. അതിന് നല്ല പഠിപ്പും കഴിവുമുള്ള വ്യക്തികള് സഭയിൽ ഉണ്ടാകണം. പഴയ നിയമത്തില് ഈ തൃത്വൈക ദൈവത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ എസെക്കിയേലിന്റെ പുസ്തകത്തില് 37-ാം അധ്യായത്തില് എസെക്കിയേൽ പ്രവാചകനോട് പറയും, നീ അസ്ഥികളുടെ താഴ്വരയിലേക്ക് ചെല്ലുക. പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ കുറെ അധികം അസ്ഥികൾ കിടക്കുക, അസ്ഥികളുടെ താഴ്വര. ഈ അസ്ഥികളോട് കൽപ്പിക്കുക അത് യോജിക്കാൻ, അതിൽ മാംസമുണ്ടാകട്ടെ, ഞരമ്പുണ്ടാകട്ടെ, വെയിനുണ്ടാകട്ടെ എന്നൊക്കെ പറയുന്നു. അതെല്ലാം സംഭവിക്കും. അവയ്ക്ക് ജീവശ്വാസം കൊടുക്കുവാൻ അസ്ഥികളുടെ താഴ്വരയില് എസെക്കിയേൽ പ്രവാചകനെ ദൈവം നിയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ നിയമത്തില് തൃത്വൈക ദൈവത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൃത്വൈക ദൈവത്തെ കുറിച്ച് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തില് പിതാവായ ദൈവത്തെ കുറിച്ച് വളരെയധികം പ്രാവശ്യം യോഹന്നാൻ സുവിശേഷകൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദ പ്രീസ്ലി പ്രയർ എന്നൊക്കെ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തിന്റെ അരിയിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വരികയാണ്. 1-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങളിൽ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നിന്നിൽ നിന്ന് ഒരു ദൈവപുത്രൻ, ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു. മറിയം ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും?
അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിക്കും, ജനിക്കാൻ പോകുന്നവൻ എമ്മാനുവേൽ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പഴയ നിയമത്തില് ദൈവത്തെ ആബ, എലോഹിം എന്നാണ് വിളിച്ചിരുന്നത് ആദ്യ കാലഘട്ടങ്ങളില്. എന്നാൽ സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്നത് എലോഹിം എന്നല്ല, യാഹുവേ എന്നാണ്. പക്ഷെ യാഹുവേ എന്ന് എഴുതിയിട്ട് അവർ ഒരിക്കലും ഉച്ചരിച്ചിരുന്നില്ല. അതിനു പകരം അവർ ഉച്ചരിച്ചിരുന്നത് അദുനായി എന്നാണ്. അവിടെ പറയുകയാണ്, അല്ലേലൂയത്ത് അദുനായ് കോൽ ഗയ്യം ശുഭുഹു കോൽ ഹുമീം, ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടെ അല്ലേലൂയത്ത് അദുനായ്, അദുനായി എന്നല്ല, യാഹുവേ, യഹോവ എന്ന് എഴുതിയിട്ട് ദൈവത്തെ ഭയമായതുകൊണ്ട് യാഹുവേ എന്ന് വിളിക്കാതെ അദുനായി എന്ന് വിളിക്കുന്നു. ഒരു മനോഹരമായ കാഴ്ചപ്പാട്. അപ്പൊ പഴയ നിയമത്തിൽ എലോഹിം എന്ന് വിളിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രനിലൂടെ പിതാവായ ദൈവം ആബാ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലേ, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകും. എന്റെ ദൈവം നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് തരുന്നത് തൃത്വമാണെന്നാണ് പറയുന്നത്. പിതാവായ ദൈവം തനിച്ചല്ല രോഗശാന്തി നൽകുന്നത്. പിതാവായ ദൈവം തനിച്ചല്ല പൗരോഹിത്യം നൽകുന്നത്. പിതാവായ ദൈവം തനിച്ചല്ല വിവാഹമെന്ന കൂദാശ ചെയ്യുന്നത്. എല്ലാ പ്രാർത്ഥനകളും തൃത്വത്തിൽ ആരംഭിക്കുന്നു, തൃത്വത്തിൽ അവസാനിപ്പിക്കുന്നു. മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ മറിയത്തിന്റെ അരികിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ വന്നു. നിന്നിലൊരു ദൈവപുത്രൻ ഉത്ഭവിക്കും. ഈശോ എമ്മാനുവേൽ, മനുഷ്യനായി ഉത്ഭവിച്ച ഈ ലോകത്തിലേക്ക് കടന്നു വന്ന എമ്മാനുവേൽ ദൈവപുത്രൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തില് 20-ാമത്തെ വചനത്തില് ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ മാമോദീസ നൽകുവിൻ. ഞാൻ ഈ അടുത്ത കാലഘട്ടത്തില് പാലാർ എന്ന് പറയുന്ന ഇടുക്കി രൂപതയിലെ ഒരു ദേവാലയത്തില് പോൾ എന്ന് പറയുന്ന കുഞ്ഞിന് മാമോദീസ നൽകുവാൻ പോയത് നന്ദിയോടെ ഓർക്കുകയാണ്. നല്ല വേനൽക്കാലത്ത് ആ പള്ളിയുടെ മുമ്പില് നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചൂടൊന്നും അനുഭവിക്കുകയില്ല. ആ പള്ളിയിൽ വെച്ച് പോൾ എന്ന് പേരിട്ട ആ കൊച്ചുമകന് പിതാവിന്റെയും ആമേൻ, പുത്രന്റെയും ആമേൻ, പരിശുദ്ധാത്മാവിന്റെയും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് പോൾ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് പുരോഹിതൻ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്. ആ മാമോദീസയിൽ തൃത്വൈക ദൈവമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തില് 17-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വചനങ്ങളില് യേശുവിന്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ദ പ്രീസ്ലി പ്രേയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തൃത്വൈക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. മനോഹരമായ പ്രാർത്ഥനയാത്. ആ പ്രാർത്ഥന, പിതാവേ സമയമായിരിക്കുന്നു പുത്രനെ മഹത്വപ്പെടുത്തണമേ. ആ പ്രാർത്ഥനയില് 6 പ്രാവശ്യം പിതാവേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമത് പിതാവേ സമയമായിരിക്കുന്നു, പിതാവേ സമയമായിരിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തുവാനുള്ള സമയം. ഈ പുത്രനിലൂടെ തൃത്വൈക ദൈവത്തിലൂടെ ഈ കുടുംബത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു. ഈ രോഗിക്ക് രോഗി ലേപനത്തിലൂടെ സൗഖ്യം നൽകുവാനുള്ള സമയമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനോയിന്റിംഗ് ദ സിക്ക് എന്ന് പറയുന്ന ആ കൂദാശ പരികർമ്മം ചെയ്യേണ്ടത് ഒരാൾ മരിക്കുവാൻ പോകുമ്പോഴല്ല, ആ രോഗിയായിരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. യാക്കോബ് ശ്ലീഹ പറയുകയാണ്,
നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ, അവർ അഭിഷേകം ചെയ്യട്ടെ, തൈലം പൂശട്ടെ. അപ്പൊ ഒന്നാമത് പിതാവേ സമയമായിരിക്കുന്നു. ഇപ്പോൾ എന്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ തൃത്വൈക ദൈവം നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ഇടപെടുന്ന നിമിഷമാണ്. ഒരുപക്ഷെ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, സന്യാസ ജീവിതമൊക്കെ ഉപേക്ഷിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തന്റെ പൗരോഹിത്യം ഉപേക്ഷിച്ചു പോകാൻ ആലോചിക്കുന്ന, അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന പ്രിയ പുരോഹിതരെ, നിങ്ങള് സിസ്റ്റേഴ്സെ, നിങ്ങള് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനങ്ങള് ഒരു 17 പ്രാവശ്യം വായിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ മകനായിരിക്കാം, നിങ്ങളുടെ മകളായിരിക്കാം. ആ പരിശുദ്ധാത്മാവ്, ആ തൃത്വൈക ദൈവം, യേശുവിന്റെ വചനം, പിതാവിനോടുള്ള വചനം, സമയമായിരിക്കുന്നുള്ള വചനം ആ വ്യക്തിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുന്ന നിമിഷങ്ങളാണ്. പിതാവേ സമയമായിരിക്കുന്നു, പിതാവേ സമയമായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ രണ്ടാമത് പിതാവേ എന്ന് വിളിക്കുന്നത് 8-ാമത്തെ വചനത്തിലാണ്. പിതാവേ, ലോക സൃഷ്ടികൾക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന. അപ്പൊ ലോക സൃഷ്ടികൾക്ക് മുമ്പ് പിതാവിനോട് കൂടെ ആയിരുന്നു പുത്രനായ മിശിഹ എന്നാണ് പിതാവിനോട് പുത്രനായ മിശിഹ പറയുന്നത്. അപ്പൊ പിതാവിനോട് കൂടെ ആയിരുന്ന ആ ഈശോ മനുഷ്യനായിട്ട് ബത്ലഹേമിൽ ജനിച്ചു, മറിയത്തിൽ നിന്നും ജനിച്ചു. അന്ന് മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ പ്രീസ്ലി പ്രയർ ചെല്ലുമ്പോൾ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞ ഈ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ചെല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. മൂന്നാമത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് 11-ാമത്തെ വചനത്തിലാണ് പിതാവേ എന്ന് യേശു വിളിക്കുന്നത്. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന്. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ ഇവരും ഒന്നായിരിക്കുക. അപ്പൊ പിതാവും പുത്രനും ഒരുമിച്ചായിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും ഒന്നായിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ കുടുംബജീവിതം നയിക്കുന്ന സെബാസ്റ്റ്യനും മറിയയും അവരുടെ മക്കളും പിതാവുമായിട്ട് ഒന്നായിരിക്കണം, പുത്രനുമായി ഒന്നായിരിക്കണം, പരിശുദ്ധാത്മാവുമായി ഒന്നായിരിക്കുകയാണ് തൃത്വൈക ദൈവം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് ഒന്നായിരിക്കുകയാണ്. 4, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നു. പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുക. പിതാവേ, ഈ പറയുന്ന പ്രാർത്ഥന തൃത്വൈക ദൈവത്തിലേക്ക് ഓരോ വ്യക്തികളും സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന്റെ ഭാഗമാണ്. 5-ാമത്, പിതാവേ ലോക സ്ഥാപനത്തിനു മുമ്പ് ഉണ്ടായിരുന്നു. ലോകത്തിന്റെ സ്ഥാപനം നടക്കുന്നത് എപ്പോഴാണ്? ഉൽപ്പത്തി പുസ്തക പ്രകാരം നമ്മൾ ആദ്യം പറഞ്ഞ വചനം, ബർഷിത്ത് ഖാറ എലോഹിം, ഇൻ ദ ബിഗിനിങ് എലോഹിം ക്രിയേറ്റഡ്. ആകാശവും ഭൂമിയും, ഈ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ തൃത്വൈക ദൈവം ഉണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിന്റെ വചനമാണ്, യേശുവിന്റെ വചനമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ആ സുവിശേഷത്തിൽ യേശുവിന്റെ വചനം നമ്മളോട് പറയുകയാണ്. 6-ാമത്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 25-ാം വചനത്തില്, പിതാവേ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല. ലോകമെന്ന് പറയുന്നത് ഈ കോസ്മോസ് ആണോ? ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കാത്തവരെ ലോകമെന്ന് വിളിക്കാൻ പറ്റില്ലേ? പാപത്തിൽ ജീവിക്കുന്നവരെ ലോകമെന്ന് വിളിക്കാൻ പറ്റില്ലേ? ഇപ്പോൾ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ശക്തമായ തിന്മകളൊക്കെ നിറഞ്ഞിട്ട് മനുഷ്യനെ കൊന്നൊടുക്കുന്ന, ഞാൻ ആ വാക്കൊന്നും പറയുന്നില്ല, കാരണം ഇതൊരു ദൈവവചന പ്രഘോഷണമാണ്.
പിതാവേ, ലോകം നമ്മളെ അറിഞ്ഞിട്ടില്ല. ലോകം. അപ്പൊ ലോകം ദൈവത്തെ അറിഞ്ഞാല്, നമ്മൾ ദൈവത്തെ അറിഞ്ഞാല്, ത്രിത്വൈക ദൈവത്തെ അറിഞ്ഞാല് നമ്മൾ അവിടുത്തെ പക്കലേക്ക് കടന്നു ചെല്ലും. യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിങ്ങളിൽ നിഴലിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുകയാണ്. ഇനി ഈ പരിശുദ്ധാത്മാവിന്റെ ഈ മൂന്നാമത്തെ വ്യക്തിയുടെ ദൗത്യം എന്താണ്? ത്രിത്വൈക ദൈവം എന്ന് പറയുന്ന 3 പേഴ്സൺസ്. നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കും, ഒരു ദൈവം, ദൈവത്തിൽ 3 ആളുകള്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ത്രിത്വൈക ദൈവത്തിന്റെ ദൗത്യം, അവൻ വന്ന് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പൊ ത്രിത്വൈക ദൈവത്തിന്റെ ദൗത്യം, പിതാവായ ദൈവത്തിന്റെ ദൗത്യം, പുത്രനായ മിശിഹായുടെ ദൗത്യം, ത്രിത്വൈക ദൈവത്തിന്റെ ദൗത്യം. സത്യം എന്താണ്? യേശുവിനെ പീലാത്തോസ് ചോദിച്ചില്ലേ, സത്യം എന്താണ്? സത്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതല്ല, ത്രിത്വൈക ദൈവത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. ഒരു ദൈവ അനുഭവമാണ്. അതുകൊണ്ടാണ് ഇത് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ത്രിത്വൈക ദൈവത്തിന്റെ അനുഭവമാണ് മിസ്റ്റിസിസം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും അനുഭവിക്കാൻ സാധിക്കുക. അത് വളരെ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രം ലഭിച്ചിരിക്കുക. പിതാവിനെ അറിയുക, പുത്രനെ അറിയുക, പരിശുദ്ധാത്മാവിനെ അറിയുക. അമ്മ ത്രേസ്യയുടെ പുസ്തകത്തില് ഈ ത്രിത്വൈക ദൈവത്തിന്റെ അനുഭവമുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിൽ ഈ ത്രിത്വൈക ദൈവാനുഭവമുണ്ട്. പാമ്പിലോണ യുദ്ധത്തിൽ മുറിവേറ്റ് ഒരു പുഴയുടെ തീരത്ത് വെച്ച് ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യക്ഷപ്പെടുന്നത്. ലാസ്റ്റ് വിഷൻ ഓഫ് ഫാത്തിമ എന്ന് പറയുന്ന ത്രിത്വൈക അനുഭവമാണ്. സിസ്റ്റർ ലൂസിക്ക് പിതാവായ ദൈവം, പുത്രനായ മിശിഹ, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ത്രിത്വൈക ദൈവാനുഭവമാണ്. ഞാൻ നടത്തിയിരുന്ന ധ്യാന കേന്ദ്രത്തില് പിതാവായ ദൈവത്തിന്റെയും പുത്രനായ മിശിഹായുടെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും മനോഹരമായൊരു ചിത്രം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച് ഈ കാര്യങ്ങള് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്ന്. പിതാവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നെ ഈ കാര്യം പഠിപ്പിച്ചത് സാധാരണയുള്ള ലൈസമ്മ എന്ന് പറയുന്ന ഒരു കുടുംബജീവിതം നയിക്കുന്ന അമ്മയാണ്. ത്രിത്വൈക ദൈവത്തിന്റെ അനുഭവം സിസ്റ്റർ ലൂസിക്ക് ലഭിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. 4 അപ്പസ്തോല പ്രവർത്തനങ്ങള്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്, ഈശോ ശിഷ്യന്മാരോട് പറയുക, ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ ആയിരിക്കുവിൻ. അവിടെ ആയിരിക്കുമ്പോൾ 50-ാം ദിവസം പന്തക്കോസ്താ ദിനത്തില് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തില് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും ശിഷ്യന്മാരുടെ മേലും അവിടെ സമ്മേളിച്ചിരുന്ന 120 ആളുകളുടെ മേല് അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഈ അഗ്നിയെക്കുറിച്ച്, ഈ ത്രിത്വൈക ദൈവ അനുഭവത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1 മുതൽ 14 വരെയുള്ള വചനങ്ങളില് പത്രോസ്ലീഹ ഈ ത്രിത്വൈക ദൈവത്തിന്റെ പുറകെ നടക്കുകയാണ്. 14 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളില് പൗലോസ്ലീഹയാണ് ത്രിത്വൈക ദൈവത്തെ അനുഭവം നൽകുന്നത്. പൗലോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളും ആരംഭിക്കുന്നത് ത്രിത്വൈക ദൈവത്തിലാണ്, അവസാനിക്കുന്നത് ത്രിത്വൈക ദൈവത്തിലാണ്. നമ്മൾ വായിച്ചു കേട്ട 2 കൊറിന്തോസിലെ അവസാനത്തെ അധ്യായത്തിൽ പറയും, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ തരുന്നത് ദൈവമാണ്. കൃപയും മേഴ്സി, അനുഗ്രഹവും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കർത്താവിന്റെ കൃപ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും, നമ്മൾ ചിരിക്കും. വേദനകള് നമുക്കുണ്ടെങ്കിലും കർത്താവിന്റെ കുരിശു മരണത്തെ പ്രതി അത് സഹിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും. അപ്പൊ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം, പിതാവായ ദൈവത്തെ അനുഭവിക്കുന്ന അവസ്ഥ, പരിശുദ്ധാത്മാവിന്റെ സംസർഗവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എത്രയോ പ്രാവശ്യമാണ് ഈ ആശീർവാദം നൽകിയിട്ടുള്ളത്. സ്നേഹമുള്ളവരെ, മരിച്ചു കിടക്കുന്നവരെ അടുത്ത് ചെന്ന് ഞാൻ ഒപ്പീസൊക്കെ പാടിയ ശേഷം, അല്ലെങ്കിൽ അനീത ചെല്ലിയതിനു ശേഷം അവസാനത്തെ പ്രാർത്ഥനയാണ് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവസാനമായി എനിക്ക് കൊടുക്കുവാനുള്ളത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിനക്ക് ജന്മം നൽകിയ വ്യക്തിയോടുകൂടെ, നിന്നെ സഹായിച്ച വ്യക്തികൾക്ക് എല്ലാവർക്കുമായി കൊടുക്കുകയാണ് പരിശുദ്ധാത്മ തൃത്വൈക ദൈവ അനുഭവം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും കാതോലിക ലേഖനങ്ങളിലും പൗലോസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് തൃത്വത്തിലെ 3 ആളുകളായ പിതാവായ ദൈവം, പുത്രനായ മിശിഹ, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തികളും പേഴ്സൺസ് ഒരുമിച്ച് ചേരുമ്പോൾ തൃത്വം എന്ന് വിളിക്കുന്നു. ഒരു ദൈവമാണ്, ആ ദൈവത്തില് 3 ആളുകളുണ്ട് എന്ന് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വരുന്നവരാണ്. സഭ വളർന്ന് പന്തലിച്ചു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് മുതല് സഭയിൽ പല ഭാഷാണ്ഡതകൾ ഉത്ഭവിച്ചു. ആ ഭാഷാണ്ഡതകളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് സഭയിലുള്ള പിതാക്കന്മാര് ചിന്തിച്ചു. സഭാപിതാക്കന്മാരെന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്നവരെയാണ് സഭാപിതാക്കന്മാരെന്ന് നമ്മൾ വിളിക്കുക. ഈ പിതാക്കന്മാര് നല്ല പണ്ഡിതരും അറിവും വിശുദ്ധിയും എല്ലാം തികഞ്ഞവരായിരുന്നു. ആര്യനിസം എന്ന് പറയുന്ന ഒരു ഭാഷാണ്ഡത സഭയില് ഉയർന്നു വന്നു. ഓരോ കാലഘട്ടത്തിലും പലതരത്തിലുള്ള ഭാഷാണ്ഡതകൾ ഉയർന്നു വന്നപ്പോൾ ഈ സഭാപിതാക്കന്മാര് അതിനെ അഭിമുഖീകരിച്ച് സഭ തനയരെ തൃത്വൈക ദൈവത്തിൽ വളർത്തി. ഇന്നും കത്തോലിക്ക സഭയില് ഈ പിതാക്കന്മാരുടെ, ആദ്യകാല സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും പ്രാർത്ഥനകളും നമ്മെ നയിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് തൃത്വത്തിൽ 3 ആളുകളുണ്ട്. ഈ 3 ആളുകളും ഒരുമിച്ച് തൃത്വൈക ദൈവത്തിൽ വസിക്കുകയും നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. ഏക ദൈവം എങ്ങനെ അത് പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. എന്നാൽ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുണ്ട്. ആ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെ കുറിച്ച് തൃത്വൈക ദൈവവും സഭാപിതാക്കന്മാരുടെ പഠനവും എന്നുള്ള മറ്റൊരു എപ്പിസോഡ്, മറ്റൊരു പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. തൃത്വൈക ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, എല്ലാവർക്കും തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തില് തിരുനാൾ മംഗളങ്ങൾ നേരുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്. സഭയിൽ വളർന്നു വന്ന സബോർഡിനേഷൻ, പിതാവിനേക്കാൾ താഴെയാണ് പുത്രൻ, പുത്രനേക്കാൾ താഴെയാണ് പരിശുദ്ധാത്മാവ്, ഇതൊരു ഭാഷാണ്ഡതയായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ സഭാപിതാക്കന്മാര് കൃത്യമായിട്ട് ആത്മാവിൽ ജീവിച്ച് സഭയെ നയിച്ചിട്ടുണ്ട്. ഇന്ന് കത്തോലിക്ക സഭയെ നയിക്കുന്നത് നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സഭാ നേതാക്കന്മാരോട് ചേർന്നാണ്. ഇങ്ങനെ വലിയൊരു ഭാഷാണ്ഡത വളർന്നു വരുന്ന അവസരത്തിലാണ് ഡയനേഷ്യസ് സിനഡ് വിളിച്ചത്. നിക്യ സൂനഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ പ്രമുഖനായിരുന്ന സഭാപിതാവാണ് അത്തനേസ്യൂസ്. അവിടെ പറയുകയാണ്, സബ്സ്റ്റൻസ് ഹോമോഉസിയ ഹൈപ്പോസ്റ്റാസിസ്. ഹോമോഉസിയ എന്ന് പറഞ്ഞാൽ സെയിം സബ്സ്റ്റൻസ് ആണ് തൃത്വത്തിലുള്ളത്. ഹൈപ്പോസ്റ്റാസിസ് 3 വ്യക്തികളാണ്. ഇന്ന് സഭ വിശ്വസിക്കുന്നതും അത് തന്നെയാണ്. നിക്യ സൂനഹദോസിൽ പ്രസിദ്ധീകരിച്ച, അല്ലെങ്കിൽ അവിടെ എടുത്ത ആ വിശ്വാസ പ്രമാണമാണ് ഇന്ന് നമ്മളൊക്കെ ചെല്ലുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. തൃത്വൈക ദൈവത്തിന്റെ അനുഭവം നിങ്ങളെ എല്ലാവരെയും
അനുഗ്രഹിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ വചന പ്രഘോഷണം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന രോഗികളെ ആശീർവദിക്കണമേ. ത്രിത്വൈക ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് പ്രാർത്ഥന നടത്തുമ്പോൾ, ശുശ്രൂഷ നടത്തുമ്പോൾ രോഗികൾക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും ത്രിത്വൈക നാമത്തിൽ ലഭിച്ചത് ധാരാളമായി അറിയുന്നല്ലോ. ഈ അവസരത്തില് ഈ വചനം കേൾക്കുന്ന പ്രത്യേകിച്ച് തളർന്നുപോയ മക്കളിലേക്ക് പിതാവായ ദൈവമേ, അങ്ങ് കടന്നു വരണമേ. വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുത്രനായ മിശിഹായെ, അങ്ങ് തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയല്ലോ. ബേത്സയിദ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യന് സൗഖ്യം നൽകിയല്ലോ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ത്രിത്വൈക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ത്രിത്വൈക ദൈവത്തിന്റെ ഈ വചന പ്രഘോഷണം പൂർണ്ണമായി എനിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ വിഷമമുള്ള ഒരു വിഷയമാണ് ട്രിനിറ്റിയെക്കുറിച്ച്, തൃത്വത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത്. ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഇത്രയും സംസാരിക്കാൻ സാധിച്ചത്. ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും തൃത്വത്തിൽ സമർപ്പിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം.